ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലേ ബീഫ്. നമ്മളെ വീട്ടിലൊക്കെ പണ്ടേ തുടങ്ങിയുള്ളൊരു ശീലമാണ് കേട്ടോ സൺഡേ ബീഫ് എന്നുള്ളത്. ചിലപ്പോൾ ബീഫ് കറിയാവും, സ്റ്റ്യൂ ഉണ്ടാക്കും, വരട്ടും, ഫ്രൈ ആക്കും, വിന്താലും ഉണ്ടാക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടേസ്റ്റിലും ബീഫിനെ റെഡിയാക്കാറുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചില്ലി ബീഫ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ് കേട്ടോ. അതിൻ്റെ നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഓരോരുത്തരുടെയും ബീഫിന് വ്യത്യാസം ഉണ്ടാകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കൂടാതെ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും മാറ്റി വെക്കണം. അതും നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റായിട്ട് ഒരു കോട്ടിംഗ് കൊടുക്കണം. ഇതിനായി ബീഫിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ സോയ സോസും, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ടയുടെ വെള്ള എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ ഓയിലാണ് എടുക്കേണ്ടത്, വെളിച്ചെണ്ണ എടുക്കരുത്. ഓയിൽ ചൂടാകുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ലോ ഫ്ലെയിം ആക്കേണ്ട ആവശ്യമില്ല. പുറത്തെ കോട്ടിംഗ് ഒക്കെ ഒന്ന് ക്രിസ്പി ആവണം, അതുവരെ ഫ്രൈ ചെയ്താൽ മതി. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ആ പാനിൽ തന്നെ, ആ ഓയിലിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകൾ വഴറ്റിയെടുക്കാം. ആ ഓയിൽ ഫുള്ള് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി. ഓയിലിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഒരുപാട് ചുമക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി 2 സവാള ചെറുതാക്കി നല്ല ക്യൂബ്സായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കൂടെ 2-3 പച്ചമുളക്, നമ്മളുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം, അതും ക്യൂബ്സായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സോസുകൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് 1 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വിനീഗർ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഉപ്പ് നോക്കുക. ഇപ്പോൾ സോസുകളിലെല്ലാം ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചില്ലി ബീഫിന് ഒരു ടേസ്റ്റ് കൂടുന്ന ഒരു സ്റ്റെപ്പ് കൂടിയാണ് കേട്ടോ. ഫൈനലി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൊഴുപ്പുള്ള സോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതിന് തീ കുറച്ചിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കൂടാതെ ഞാനിതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ, എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.